റേഡിയോ നീതൽ 107.8 FM ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് മീറ്റ് ദ ഗിഫ്റ്റഡ് ആണ്. ഇന്ന് എന്നോടൊപ്പം മീറ്റ് ദ ഗിഫ്റ്റഡിലുള്ള ആളെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുൻപ് ചെറിയൊരു കാര്യം പറയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ടോട്ടൽ കളക്ഷൻ എനിക്ക് തോന്നുന്നു 70 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ റീസെന്റ് റിലീസാണ് ടർബോ എന്ന മൂവി. എന്തായാലും അറബ് നാടുകളിലൊക്കെ മൊഴിമാറ്റം ചെയ്യപ്പെടാൻ പോവുകയാണ് ടർബോ എന്ന ഈ ഒരു ഫിലിം. മൊഴിമാറ്റം ചെയ്യപ്പെടുമ്പോൾ ടർബോ ജോസ് ടർബോ ജാസിമായിട്ട് മാറുകയാണ്. എന്തായാലും ടർബോ ജാസിമിന്റെ ശബ്ദമാണ് നമ്മോടൊപ്പം മീറ്റ് ദ ഗിഫ്റ്റഡിൽ ചേരാൻ പോകുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സ്വാഗതം ചെയ്യാം മിസ്റ്റർ അഹമ്മദ് മുഹമ്മദ് മുസ്തഫ സലാഹുദ്ദീൻ. നീണ്ട പേരിന് നമുക്ക് ചുരുക്കി അഹമ്മദ് സലാഹ് എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് പറയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതിലും. നമുക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ ടർബോ ജാസിമിനെ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും ടീസർ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അഹമ്മദിനെ കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെ മമ്മൂക്കയുടെ ആദ്യമായിട്ടൊരു ചിത്രം അറബിക് വേർഷനിൽ റിലീസ് ആവുന്നത്. അതുപോലെ തന്നെ അഹമ്മദ് ചെയ്യുന്നത് മമ്മൂക്ക ചെയ്ത ക്യാരക്ടറിന്റെ വോയിസ് ആണ്. സോ ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നു ആക്ഷൻ മാത്രമല്ല കോമഡിക്കും കൂടി ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിലിമാണ്. സോ അതിന്റെ മോഡുലേഷൻസ് ഒക്കെ ഡബിങ്ങിന്റെ സമയത്ത് വലിയൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കൂടെ പ്രവാസി മലയാളികളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഹൗ ഡു യു ഫീൽ? First of all, it's a big responsibility as you mentioned. പിന്നെ പ്രതീക്ഷയുണ്ട്, കുറെ ആൾക്കാർക്ക് നല്ല പ്രതീക്ഷയുണ്ട് how it's going to be turning out. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാള് ലൈക്ക് എ ലെജൻഡ് ലൈക്ക് ഹിംസെൽഫ്, ലൈക്ക് അങ്ങനത്തെ ഒരു ആക്ടറിന്റെ വോയിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിംഗ്. പ്ലസ് അതിന് വേണ്ടി ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ഫോർ മീ. It's a big learning curve, കാരണം to know how to modulate according to the scene. His modulation is insane because the way he does it, how can a person go from super mass dialogue to a very low comedy with a nice proverb, you know, like it's not easy to completely convert it to the proverb. So to go from that modulation of a serious character, a mass character, to down to that comedy and then back to the mass and then korchoru emotion, so it's like a lot of range in a movie like that. And then obviously we've been watching him for എത്ര വർഷങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്. മിനിമം ഒരു 10-22 വർഷത്തിൽ ഞാൻ ഇങ്ങനെ പടങ്ങൾ കണ്ട് വളർന്ന ആളാ. സോ ഫോർ us he is like the top level of movies cinema. എങ്ങനെയാണ് ഈ നമ്മുടെ ടർബോ ജാസിമിലേക്ക് അഹമ്മദ് എത്തുന്നത്? So the credit has to go to സമദ്ക്കയാണ് ഈ ഐഡിയയുടെ പിന്നിലും. പിന്നെ ട്രൂത്ത് ഗ്ലോബലിന്റെ founder ആണ്. So he is the one who is distributing the movie across the world. So his idea was, why not let's become the first people in the history, ആദ്യത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ ഇറക്കിയിട്ട് നമുക്ക് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ we'll become the first people to do it. അപ്പം ഒരു ഇമാറാത്തി ആക്സെന്റിൽ in the UAE Arabic, വേറെ ഉണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്, സിറിയൻ ഉണ്ട്, കുറെ ഉണ്ട്. സോ ഇമാറാത്തി അറബിക്കില് ഫസ്റ്റ് മൂവി ഖലീജി ആക്സെന്റില്, ഫസ്റ്റ് മൂവി GCC ലാംഗ്വേജ്, GCC ആക്സെന്റ്, GCC ഡയലക്ട് അതിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി. അങ്ങനെ സോ then we had a meeting and then he thought I would be a good fit. And we did a sound check and turned out yes. പിന്നെ ആ സൗണ്ട് കേൾക്കുമ്പോഴും നമുക്ക് മമ്മൂക്കയുടെ ഒരു ബാസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ not even close. No. That is അത് വേറെ ലെവലാ. The voice is different. Okay. അല്ല അത് കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തേക്കുന്നേ. ആയിക്കോട്ടെ, അങ്ങനെ പറയുമെങ്കിൽ വേണമെങ്കിൽ എടുത്തോളാം. പക്ഷേ ഞാൻ ഡെലിവറിയിലായിരിക്കും അങ്ങനെ. ഓക്കെ, അതെന്തായാലും എനിക്കിനി ചോദിക്കാനുള്ളത്, നമ്മുടെ ഏതൊരു പ്രവാസി മലയാളികളെ കാണുമ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാട്ടിൽ എവിടെയാ? ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. എവിടെയാണ്? കല്ലമ്പലം, ട്രിവാൻഡ്രം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഭാഷാ പ്രാവീണ്യമൊക്കെ നേടിയത്? ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് ഈ ഒരു അറബിക് ഭാഷ ഇങ്ങോട്ട് പറയാൻ എങ്ങനെ? നെയ്ബർഹുഡിൽ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഫസ്റ്റ് ആയിട്ട് ഐ ടോക്ക് ടു ദം ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പൊ അവരായിരുന്നു, ഞാൻ അറിയാണ്ട് ഞാൻ പഠിച്ചുപോയ ഭാഷയാണ് അറബിക്. സോ അവരോട് ജനിച്ചു വളർന്ന് ഫുട്ബോളും കളിച്ച് ചായയും കുടിച്ച്, സോ ഇറ്റ് ബിക്കെയിം ലൈക്ക് എ കൾച്ചർ ഫോർ മീ. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവരോട് ഹാങ് ഔട്ട് ചെയ്യാം. അപ്പൊ ഒരു 3 മണി തൊട്ട് വൈകുന്നേരം 3 മണി തൊട്ട് ഒരു 6-6:30 മണി സൂര്യൻ അസ്തമിക്കുന്ന വരെ I am chilling with them, playing with them. So I became one of them. അപ്പൊ നമ്മള് ഒരു ഗ്യാങ് ആയി.
അവിടുന്ന് പിന്നെ മെജോറിറ്റി ഭാഷ ഏതാണോ നമ്മൾ നാച്ചുറലി ആ ഭാഷയിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ടു മീ. അതാണ് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ആക്ച്വലി. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് അഹമ്മദിന് അറിയാവുന്ന ഭാഷകളിൽ വെച്ച് ഇപ്പോൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിലും എഴുതാണെങ്കിലും ഒക്കെ ഒരു ടഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഏത് ഭാഷയായിരിക്കും? ഞാനിപ്പോ തമിഴ് പഠിച്ചോണ്ടിരിക്കുകയാണ്. തമിഴ് പഠിച്ചോണ്ടിരിക്കുകയാണ്. கத்திக்கிட்டுறதே கத்திக்கிட்டு இருக்கு. So yeah, learning wise I think German is the most difficult language. Okay. Yeah, German ഞാൻ പഠിച്ചിട്ടില്ല, but I saw a friend learning it. But I learned small bits from Spanish, from Russian, from Italian എന്നൊക്കെ ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ പഠിച്ചു വെക്കും. ജർമ്മനെ പഠിക്കാൻ നോക്കിയില്ല, കാരണം when I saw my friends struggling I was like, you know what, ആ പരിസരത്തേക്ക് പോകണ്ട, നമുക്ക് വായനശാല വഴി പോവാന്നൊക്കെ. ആ ഭാഗത്തേക്ക് ഞാനില്ല, എനിക്ക് വേണ്ട, എന്തിനു വെറുതെ. അപ്പൊ അത് I think it's difficult because grammar is very complicated in German. ഇൻസ്റ്റാഗ്രാമിലും നമ്മള് കുറെ ട്രോൾ വീഡിയോസ് ആ ഒരു ജർമ്മൻ ഭാഷ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട് അഹമ്മദിന്റെ ഭാഗത്തുനിന്ന്. സ്റ്റീരിയോടൈപ്പ് ഉണ്ട്, ജർമ്മൻ ഭാഷ ഇസ് വെരി അഗ്രസീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് യൂഷ്വലി ട്രോൾസ് ഇറങ്ങുന്നത്, ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ ബിക്കോസ് ഇറ്റ് ഡിപെൻഡ്സ് ഹൗ യു സ്പീക്ക് ഇറ്റ്. നമ്മൾ മലയാളം തന്നെ നമ്മൾ ദേശീയത്തോടെ പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് സൗണ്ട് അഗ്രസീവ്, ബട്ട് ജർമ്മൻ ഹാസ് ദാറ്റ് സ്റ്റീരിയോടൈപ്പ് ബിക്കോസ് വാക്കുകളൊക്കെ വലുതാ. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ക്രാക്ക് ആൻഡ് ഹൗസ് എന്നാണ്, ആംബുലൻസ് പറഞ്ഞാൽ ക്രാക്ക് ആൻഡ് വാഗൻ. സോ ഇത് അവനെ എഴുതി ബട്ടർഫ്ലൈന്റെ ഒക്കെ വാക്ക് വേറെ ലെവലിൽ, ഇറ്റ്സ് എ ലോങ് വേർഡ്. സോ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ മലയാളം ഇംഗ്ലീഷ് പറയുമ്പോൾ ഇറ്റ് സൗണ്ട്സ് വെരി സ്വീറ്റ്. ജർമ്മനിലാകുമ്പോഴത്തേക്ക് ഭാഷ മാറും, അക്ഷരം മാറും. സോ ഇറ്റ്സ് ലോങ്, ലൈക്ക് വേർഡ്സ് ആർ റിയലി ലോങ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഡബിങ്ങിന്റെ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ആക്ടർ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 2 സിനിമകളിൽ ചെറിയ സൈഡ് റോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതും എമിറാറ്റി ഫിലിംസ് അല്ലേ? കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 2 മൂവീസും തിയേറ്റർ റിലീസ് ആയിരുന്നു. And then it ran for I think a month and a half. കാരണം Marathi movies are like very new, so they don't run for long. And then it gets sold to OTT. Okay, എന്തായാലും അങ്കിൾ നാജി 2 നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ചെറിയ പ്രൊമോഷൻ. അങ്കിൾ നാജി 2 is there. അതിലൊരു I did a father's character പടത്തില്. ഒരു അച്ഛനാണ്. ഒരു അച്ഛന്റെ രോധനമാണ് കാണാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ആക്ടർ എന്നുള്ള ഒരു ഭാഗത്ത് മാറ്റുകയാണ്. ഇനി യൂട്യൂബറിലേക്ക് കിടക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷത്തിനടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അതില് കൂടുതലും അറബികളെ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന തരത്തിലുള്ള ഹോബികളാണ് കൂടുതലും കയ്യിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ? അയ്യോ, അങ്ങനെയല്ല ഞങ്ങൾ സർപ്രൈസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ ഫോർ ഹ്യൂമൻ ബീങ്സ് to see someone getting surprised is a very nice thing to watch. Yes. ഈ pranks എന്ന് പറയുമ്പോൾ തന്നെ why do pranks get so many views? Because pranks surprise ഉണ്ട്, surprise element ഉണ്ട്, that something is coming up and something is gonna be there. So ആ സർപ്രൈസ് എലമെന്റ് കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ that was the virality of those videos. അതെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ അഹമ്മദ് അവിടുത്തെ അറബ് നാടുകളിലുള്ള ആളുകളോട് തന്നെ ചോദിക്കും എന്നെ ഏത് ദേശക്കാരനാണെന്ന്, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ നോർമൽ കോൺവെർസേഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ഓൺ ദി സ്പോട്ടിൽ അവർ കുറേ പേരും ഗസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നാണെന്ന് ഗസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ആക്സെന്റിൽ സംസാരിക്കുകയാണ് അല്ലേ? അപ്പൊ അവരൊക്കെ ആകെ എന്നൊരു ഭാവമാണ് കാണുന്നത്. അഹമ്മദിന്റെ വീഡിയോ പ്രസന്റേഷൻ, ഏതൊരു വീഡിയോ എടുത്താലും നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് അഹമ്മദ് എനിക്ക് തോന്നുന്നു പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അവിടുന്ന് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റബിൾ ആക്കണമെങ്കിൽ യു വാണ്ട് ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് ഇറ്റ്സ് സംതിങ് കം ഫ്രം ദിയർ എക്സ്പീരിയൻസ്. അപ്പം അങ്ങനത്തെ വാക്കുകൾ, പ്രതീക്ഷിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ദ ഓഡിയൻസ് ഫീൽ ലൈക്ക് വൗ ഐ തോട്ട് ദ സെയിം തിങ്. അതെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ആസ്ട്രോണമർ കൂടിയാണ് നമ്മുടെ അഹമ്മദ്. അതുകൊണ്ട് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ചെറിയ ഡൗട്ടാണ് കേട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ദിവസം മുൻപ് വളരെ വൈറൽ ആയിട്ടുള്ളൊരു പോസ്റ്റ് ആയിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഏലിയൻസ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. അത് സത്യമാണോ? ഏലിയൻസ് ഉണ്ടോ നമ്മുടെ ഇടയിൽ? പറയാൻ പറ്റില്ല. How can we confirm it? കാരണം you might be one, you don't know. How do I confirm that I'm not? എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ലോകത്തുള്ള ആൾക്കാരാണ്? നമ്മൾ ഈ ലോകത്ത് ആൾക്കറിയാം. നമ്മൾ DNA ഒക്കെ അങ്ങ് ചൊവ്വനാണെങ്കിലും possibility തപ്പി പോകുന്നു, പറയാൻ പറ്റില്ല. You never know. What if there was a civilization that lived here or lived on another planet, visited us maybe?
What if we are belonging to deep talks ആണ്, പക്ഷേ you never know. ചിലപ്പോ we can't say aliens doesn't exist until we look everywhere. എല്ലായിടത്തും നോക്കി തപ്പി കൺഫേം ചെയ്താൽ നമുക്ക് പറയാൻ പറ്റൂ അങ്ങനത്തെ ഒരു സംഭവം ഈ ലോകത്തില്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇല്ല അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ we haven't looked everywhere. The oceans have not been discovered. The oceans have not been discovered fully. അപ്പൊ ഓഷ്യൻസിന് ഓൾമോസ്റ്റ് ലൈക്ക് പേഴ്സണലി എനിക്ക് ഓർമ്മയില്ല, പക്ഷേ a lot of it is not still seen. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. What is the civilization there? We don't know. Underwater civilization. അപ്പോ അത് ഇപ്പോഴൊരു മിസ്റ്ററി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണെന്ന് അർത്ഥം. മേ ബി ഇനി വരും വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ അതിനൊരു ആൻസർ കിട്ടുമായിരിക്കാം. പറയാൻ പറ്റില്ല. ഇനി ഒരു 10-50 വർഷം കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അവരുടെ വായു വെള്ളമായിരുന്നു, നമ്മുടെ വായുവാണ് എയർ. അവർക്ക് എയർ ഇസ് വാട്ടർ ആൻഡ് they'll die in air like fishes. What are their humans like? You know? ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് ഇപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്ടറാണ്, ഇപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്, യൂട്യൂബർ ആണ്, ആസ്ട്രോണമർ ആണ്, അങ്ങനെ നിരവധി ടാഗ് ലൈൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഞങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ അതേതായിരിക്കും? അത് ഞെട്ടിപ്പിക്കാൻ പോണെന്ന് ഇപ്പൊ പറഞ്ഞെങ്ങനെ ഞെട്ടും? എന്ത് ചോദ്യമാണെന്നല്ലേ? അപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇല്ലല്ല, ഐ മീൻ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് പ്ലാൻഡ് അങ്ങനെ. ബട്ട് എനിക്ക് ഡയറക്ഷൻ താല്പര്യമുണ്ട്. ആക്ച്വലി ഡയറക്ഷൻ താല്പര്യമുണ്ട്. പിന്നെ ടു ക്രിയേറ്റ് ലൈക്ക് തിങ്സ് might not even be like videos or media. Could be anything else. It could be like a sound. Could be anything that could resonate and relate to anyone. അത് അങ്ങനത്തെ സംഭവം ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. സോ യാ, അതാണ് പുതിയ ഫീൽഡ് പറയാൻ പറ്റില്ല. ബട്ട് അങ്ങനത്തെ ഒരു അങ്ങനെ ഇറങ്ങി ചാടാൻ ഐ തിങ്ക് ഡയറക്ഷൻ ആൻഡ് ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ കുഡ് ബി സംതിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇനി ചെറിയൊരു ടാസ്ക് തരാൻ പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജഗതി ചേട്ടൻ പറഞ്ഞ് അടിച്ചു പൊളിച്ച് നമ്മുടെ മനസ്സിലൊക്കെ കയറ്റിയിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഞാനൊന്ന് പ്ലേ ചെയ്തിരിക്കാം. അപ്പോൾ അഹമ്മദ് അതിന്റെ ഒരു അറബിക് വേർഷൻ ഞങ്ങൾക്കൊന്ന് ഇങ്ങോട്ട് തന്നാൽ കൊള്ളായിരുന്നു. ഓക്കെ, ഒരു ചെറിയൊരു കുഞ്ഞി പണി. ഓക്കെ ഓക്കെ, ഞാൻ കേൾപ്പിക്കാൻ പോവാണേ. അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധന, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത്രയും മതി, അധികം ഒന്നും പണി തരുന്നില്ല. ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തുള്ളൂ. അതൊന്ന് ഒരു അറബിക് വെർഷനിൽ കിട്ടി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും അല്ലേ? ലൈൻസ് ഞാനൊന്ന് പറയാം. അപ്പോ ചോദിക്കാണ്, സൗന്ദര്യം വരിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാര്. അതാണ് എന്റെ ആരാധകർ. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ. അതെ അതെ അതെ, എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ ദൈവമേ, അടിപൊളി. എന്തോന്നും മനസ്സിലായില്ലെങ്കിലും അത് കേൾക്കാൻ ഒരു പവർ ഉണ്ടായിരുന്നു. അതെ, അറിയില്ലല്ലോ. നമുക്കിതിന്റെ സബ് ടൈറ്റിൽ വേണം കേട്ടോ, ഒരു ട്രാൻസ്ലേഷൻ. അല്ല, ഇതിന്റെ അതെ കേൾക്കുന്നില്ല, കമ്പിളിപ്പതപ്പല്ലേ? ഓക്കെ, അപ്പോ എന്തായാലും ആ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ അഹമ്മദിന്റെ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ പറ്റിയിട്ടാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഡ്രീംസ് എന്തൊക്കെയാണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ I have plans. I do have big dreams and plans, but I don't reveal until I finish. It is humanitarian, but എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. And I have to I'm working towards it. So the biggest destination would be that at the end of my life. I mean, everybody has a purpose of life എന്നൊക്കെ പറയൂലേ. So I think I figured mine out, and I think I'm working towards that. And hopefully someday ആ ഒരു, I can't say establishment, but still ആ ഒരു the project that I have in mind is supposed to happen, but I'm going to give it like another 10 years, 10 വർഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രീംസും ഗോൾസും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ജസ്റ്റ് വിഷസ് മാത്രമാണ്. ടർബോ ജാസ്മിന് ഒരു അടിപൊളി വിഷസ് ഇരിക്കട്ടെ.
നമ്മളെല്ലാവരും താങ്ക് യു സോ മച്ച്. എന്താ പറയാ രോമാഞ്ച കഞ്ചകം മണിയാനായിട്ട് സാധിക്കട്ടെ ആ ഒരു സൗണ്ടില്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിരവധി മേഖലകളിലും ഇനി അടിപൊളിയായിട്ട് ഞങ്ങളെ ഞെട്ടിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്നും വിഷയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും ടൈം അടിപൊളിയായിട്ട് നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്ത ടൈം വർക്കിന്റെ സമയത്താണ് കേട്ടോ നമുക്ക് ഇത്രയും സമയമൊക്കെ തന്നത്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ റേഡിയോ നീതൽ ഫാമിലിയോടൊപ്പം ചേർന്നതിലും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിലും. ഓക്കെ. സോ മീറ്റ് ദ ഗിഫ്റ്റഡിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അന്നയും എന്നോടൊപ്പം സൈനിങ് ഓഫ്. താങ്ക് യു. ശുഭദിനം. ശുഭദിനം. ഓക്കെ.